साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः। जय साईराम। സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ ശതകോടി പ്രണാമങ്ങൾ. ഞാൻ ലക്ഷ്മി ജയചന്ദ്ര, ട്രിവാൻഡ്രം സിറ്റി സമിതിയിൽ നിന്നാണ്. എല്ലാവർക്കും എൻ്റെ സായിരാം. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് ഈ വർഷത്തെ ഏപ്രിൽ മാസത്തെ സനാതന സാരഥിയിലെ സ്വാമിയുടെ അവതാരവാണിയാണ്. ശേഷിക്കുന്നതും പൂർണ്ണം. പ്രേമസ്വരൂപരെ, ഓരോ ജീവനും പ്രേമം ആവശ്യമാണ്. ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതും പ്രേമമാണ്. എന്തെന്നാൽ പ്രേമമാണ് അടിസ്ഥാന തത്വമായ ശ്വാസം പോലും. ഓരോ ജീവിയും പ്രേമ സ്വരൂപമാണ്. പ്രേമത്തിന്റെ മൂർത്തിഭാവം. സ്നേഹത്തിന് ഭയമില്ല, അതിനാൽ അതിനെ താങ്ങി നിർത്താൻ അസത്യത്തിന്റെ സഹായവും ആവശ്യമില്ല. ഭയമാണ് സത്യത്തിന്റെ മുഖം മറച്ചു പിടിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഭയപ്പെടുന്നവരുടെ മുമ്പിൽ അതിനെപ്പറ്റി ഒരു നല്ല തോന്നൽ ഉളവാക്കാൻ വേണ്ടി സത്യത്തെ പൊതിഞ്ഞു കെട്ടുന്നു. സ്നേഹം പ്രതിഫലം ഇച്ഛിക്കുന്ന ഒന്നല്ല, സ്നേഹം തന്നെയാണ് അതിന്റെ പ്രതിഫലം. അതുമാത്രമാണ് അതിനുള്ള ലാഭം. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉളകാവുന്ന ആനന്ദം. ഈ സ്നേഹം ഈശ്വരന്റെ നേർക്ക് തിരിച്ചുവിടുമ്പോൾ നാം അതിനെ ഭക്തി എന്ന് പറയുന്നു. ഈശ്വരന്റെ മാഹാത്മ്യം, ഗാംഭീര്യം, ശക്തി, അപാര കരുണ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കാണ് ഈശ്വരനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക? സ്നേഹം ഞാൻ എന്ന ഭാവം അശേഷം ഇല്ലാതാക്കുന്നു. തന്നെ തന്നെ മറന്നുപോകുന്നു. അപ്പോൾ ഈശ്വരനെ പറ്റി മാത്രം ഓർക്കുന്നു. എന്തെങ്കിലും ലാഭേച്ഛ, അതായത് വിഷയവാസന ഉണ്ടായിരുന്നാൽ അത് പ്രേമത്തെ ഒരു കച്ചവട വസ്തുവായി തരം താഴ്ത്തുന്നു. പ്രേമസ്വരൂപൻ ചെയ്യുന്നതെന്തോ നൽകുന്നതെന്തോ അത് സ്നേഹിക്കുന്ന വ്യക്തിക്ക് അതിയായ സംതൃപ്തി നൽകുന്നു. ഒരു പൈതൽ സ്നേഹമൂർത്തിയാണ്. കുഞ്ഞിന് ഭൗതിക സാധനങ്ങളോട് പ്രത്യേകമായ ഒരു പ്രതിപത്തിയും ഇല്ല. കുട്ടി പാവയുമായി കുറേനേരം കളിക്കും, അത് കഴിഞ്ഞ് അതിനെ വലിച്ചെറിയും. പക്ഷെ പ്രായമാകും തോറും സ്നേഹം കൊണ്ട് നിർഭരമായിരുന്ന ആ കൊച്ചു ഹൃദയത്തിന് കട്ടി കൂടിക്കൂടി വരുന്നു. കാരണം ഓരോന്നിനോടുമുള്ള ആഗ്രഹവും വെറുപ്പും അസൂയയും ആ ഹൃദയത്തിൽ വളർന്നു വരുന്നു. അന്യരോട് സ്നേഹമുണ്ടായിരുന്നാൽ മാത്രമേ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയൂ. സ്നേഹമാണ് സഹാനുഭൂതിക്ക് ഇടവരുത്തുന്നത്. വിദ്വേഷത്തിന് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമേ കഴിയൂ. സുഖവും ദുഃഖവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് സഹജം മാത്രമാണെന്ന് മനസ്സിലാക്കണം. അനുകൂല പ്രതികൂലങ്ങളായ പല സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അങ്ങനെ പലതും സംഭവിക്കും. രാമകൃഷ്ണസ്വാമി എന്ന പേരായ ഒരു മഹായോഗീശ്വരൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വിഷമത്തോടെ അറിയിച്ചു, മകൻ മരിച്ചുപോയി. സ്വാമി യാതൊരു ഭാവഭേദവുമല്ലാതെ തന്നെ ഇരുന്നു. ജലം ഒഴുകിപ്പോകുന്നു, അഗ്നി കത്തുന്നു, കാറ്റ് വീശുന്നു എന്ന് മാത്രമേ അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞുള്ളൂ. ശരീരത്തിലുള്ള പഞ്ചഭൂതങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ അതിൻ്റെതായ സ്വന്തം പ്രകൃതത്തിൽ തിരിച്ചു പോകും എന്ന അർത്ഥത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മറ്റുള്ളവരുടെ വിഷമം കണ്ട് അദ്ദേഹത്തിന് ചിരിയാണ് വന്നത്. അദ്ദേഹം കുലുങ്ങിയില്ല. കാരണം അദ്ദേഹത്തിന് കാര്യജ്ഞാനം ഉണ്ടായിരുന്നു. കാര്യജ്ഞാനമുള്ളവരെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. ഗുരുത്വം അഥവാ ഖനം ഉള്ളവർ എന്ന അർത്ഥത്തിൽ കൊടുങ്കാറ്റടിച്ചാലും അവരിളകിയില്ല. ആഹാരം വിളമ്പിയില്ലാത്ത ഇല കാറ്റടിക്കുമ്പോൾ പറന്നു പോകുന്നു. എന്നാൽ അതിൽ ആഹാരം വിളമ്പിക്കഴിഞ്ഞാൽ കാറ്റടിച്ചാലും ഇല അനങ്ങുകയില്ല. സദ്ഗുണങ്ങൾ, വിശ്വാസം, സുസ്ഥിരമായ ശിക്ഷണം, ഭക്തി, വൈരാഗ്യം, സമചിത്തത ഇതൊക്കെയാണ് ആധ്യാത്മിക ആഹാരങ്ങൾ. ആത്മജ്ഞാനം നേടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും
വിഷമതകൾ വരുമ്പോൾ വിഷാദിക്കേണ്ടതില്ല. ധീരനായ ആത്മജ്ഞാനി സുഖദുഃഖങ്ങളിൽ ചലിക്കില്ല. ഹൃദയാന്തർഭാഗത്ത് അനുഭവിക്കുന്ന ആനന്ദ സാഗരത്തിന്റെ അടിത്തട്ടിനെ ഇപ്രകാരമുള്ള കാറ്റുകൾക്കോ കൊടുങ്കാറ്റിന് പോലുമോ ചലിപ്പിക്കാൻ സാധ്യമല്ല. നീളത്തിൽ വളർന്നു വരാനായി തോട്ടക്കാരൻ പടവലങ്ങയുടെ അറ്റത്ത് കല്ല് കെട്ടിയിടുന്നു എന്ന് മന്ത്രി പറയുകയുണ്ടായി. വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അപ്രകാരം ചെയ്താൽ പടവലങ്ങ നീളത്തിൽ വളരാൻ അത് സഹായിക്കുന്നു. അതേമാതിരി തന്നെ ആണ് കുട്ടികളെയും നേരായ മാർഗത്തിൽ വളർന്നു വരാൻ മാതാപിതാക്കളും ഗുരുക്കന്മാരും കൂട്ടുകാരും സഹായിക്കേണ്ടത്. പണ്ടെല്ലാം കുട്ടികളെ വെളുപ്പിന് 4 മണിക്ക് വിളിച്ചുണർത്താറുണ്ടായിരുന്നു. മാതാവ് ഉറക്കമുണർന്ന് ഓരോ ദിനകൃത്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രങ്ങളും കീർത്തനങ്ങളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ കേട്ടും കണ്ടും ശീലിക്കും. അങ്ങനെ അറിയാതെ തന്നെ പ്രാർത്ഥനാശീലം കുട്ടികളുടെ മനസ്സിൽ വളരാൻ ഇടയാകും. ഇന്നത്തെ കുട്ടികൾക്ക് പുരാണ ഇതിഹാസങ്ങളിലെ വീരപുരുഷന്മാരായ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ ആദിയായ അവതാര പുരുഷന്മാരെ കുറച്ചെന്തെങ്കിലും അറിയാൻ ഇടവരുന്നത് അത് സംബന്ധമായി സിനിമ കണ്ടിട്ടായിരിക്കും. ആ ഭാഗം അഭിനയിച്ച നടീനടന്മാരുടെ പേരോർത്തിട്ടായിരിക്കും അവർ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും തിരിച്ചറിയുന്നത്. രാമായണം, മഹാഭാരതം മുതലായ പുരാണങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ ഉണ്ടാകുന്ന ആ മാധുര്യവും ദൈവീകമായ ആ ആനന്ദവും സിനിമാ നടീനടന്മാരിൽ നിന്നും അവരുടെ ഗോഷ്ഠികളിൽ നിന്നും എങ്ങനെ ലഭിക്കാനാണ്? മഹാന്മാരെ പോയി കണ്ട് വന്ദിക്കാൻ ഇന്ന് മാതാപിതാക്കൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറില്ല. യഥാർത്ഥ ആത്മീയ ആചാര്യന്മാർ നടത്തുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ അവരെ പ്രേരിപ്പിക്കാറില്ല. സാധനകൾ കൊണ്ട്, വേദശാസ്ത്രാദി പാരായണം കൊണ്ട് മുഖരിതവും പവിത്രവുമായ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കാറില്ല. അർജുനന് ധനഞ്ജയൻ എന്ന പേര് സിദ്ധിച്ചത് കുറേയേറെ ധനം സമ്പാദിച്ചു എന്നുള്ളത് കൊണ്ടല്ല, പിന്നെയോ വിവേകം, വൈരാഗ്യം എന്നീ സമ്പത്തുകൾ ഉള്ളത് കൊണ്ടാണ്. ഈ സമ്പത്തുകളാണ് നാം സമ്പാദിക്കാനും ശേഖരിച്ചു വയ്ക്കാനും ശ്രമിക്കേണ്ടത്. ഒരു മകൻ പഠിത്തമെല്ലാം പൂർത്തിയാക്കി മടങ്ങിയെത്തിയപ്പോൾ അവൻ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയോ എന്നറിയാനുള്ള ആഗ്രഹത്തോടെ അച്ഛൻ മകനോട് പല ചോദ്യങ്ങളും ചോദിച്ചു. മകന്റെ മറുപടികൾ കേട്ട് അച്ഛൻ വളരെ സന്തുഷ്ടനായി. ഒടുവിൽ ഈശ്വരന്റെ മഹിമയെ വർണ്ണിച്ച് കേൾപ്പിക്കാൻ അച്ഛൻ പറഞ്ഞു. പക്ഷെ അതിന് യാതൊരു ഉത്തരവും പറയാതെ അവൻ ഇരുന്നതേ ഉള്ളൂ. അച്ഛൻ പല വിദ്യയും പ്രയോഗിച്ചു നോക്കി. മകൻ ഈശ്വരകാര്യം പറയാൻ വാ തുറന്നു പോലുമില്ല. പല കാര്യങ്ങളിലും അഗാധ പാണ്ഡിത്യം നേടിയെങ്കിലും മകൻ ഇപ്രകാരം ഈശ്വരജ്ഞാനമില്ലാത്തൊരുവനായി പോയല്ലോ എന്നോർത്ത് പിതാവ് അത്യന്തം വ്യസനിച്ചു. അച്ഛൻ പൊട്ടിക്കരഞ്ഞു പോകുമെന്ന മട്ടായപ്പോൾ മകൻ പറഞ്ഞു, അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് എത്രയും ശരിയായ മറുപടി മൗനത്താൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിനാലാണ് ഞാൻ മിണ്ടാതിരുന്നത് എന്നായിരുന്നു. കാരണം എപ്രകാരമാണ് വാക്കുകൾക്ക് ഈശ്വരന്റെ മഹിമയെ വർണ്ണിക്കാൻ സാധിക്കുക? ആ മകൻ യഥാർത്ഥത്തിൽ നല്ല പുത്രനായിരുന്നു. ആ പിതാവും ആദർശവാനായിരുന്നു. ഓം സായിരാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞങ്ങളുടെ പരദേവത ദേവിയാണ്. എന്ത് പറഞ്ഞാലും എൻ്റെ ഭഗവതി അമ്മയെ എന്ന അമ്മയും അമ്മമ്മയൊക്കെ പറയുന്നത്. ഏറ്റുമാനൂരപ്പൻ, ഗുരുവായൂരപ്പൻ ഒക്കെയാണ് ഞങ്ങളുടെ ദൈവങ്ങള്. അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അമ്മുമ്മയുടെ വല്യമ്മാവനായിരുന്നു നീലകണ്ഠ തീർത്ഥപാദർ. അദ്ദേഹം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അപ്പം അമ്മാവനെ സന്യാസി അമ്മാവൻ ഞങ്ങൾ വിളിക്കണേ. അപ്പൊ സന്യാസി അമ്മാവന്റെ ചിത്രം എന്നും തൊഴുതിട്ടൊക്കെ വെളിയിൽ പോവുള്ളൂ. അങ്ങനെ ഒരു കുടുംബത്തിലാണ് വളർന്നത്. അങ്ങനെ വലുതായി കല്യാണം കഴിഞ്ഞ് വന്നപ്പം ഹസ്ബൻഡിന് ഒരാളേ ഉള്ളൂ. ശിവനും ഇല്ല, പാർവതി ഇല്ല, ദേവി ഇല്ല, കൃഷ്ണനും ഇല്ല, ആരും ഇല്ല, ഷിർഡി ബാബ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാനും എന്റെ സന്യാസി അമ്മാവനെ പോലെ ഒരു സന്യാസിയായിട്ട് വിചാരിച്ച് പ്രാർത്ഥിക്കുക, അഷ്ടോത്തരം പറയുകയൊക്കെ ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഷിർഡി ബാബ അമ്പലം കെട്ടിയത് അമ്മയുടെ വല്യമ്മാനായിരുന്നു, മണ്ണന്തലയില്. അപ്പൊ അമ്മാവനൊരു വളരെ നല്ല സന്തോഷകരമായ ഒരു അത്ഭുതം കുടുംബത്തിൽ സംഭവിച്ചു. അപ്പൊ ആ സന്തോഷം കൊണ്ട് മതിമറന്ന് അമ്മാവൻ അവരുടെ എസ്റ്റേറ്റില് ഷിർഡിയിൽ നിന്ന് തന്നെ ഷിർഡി ബാബയുടെ വലിയ ലൈഫ് സൈസ് മാർബിൾ സ്റ്റാച്യു കൊണ്ടുവന്ന് അവിടുത്തെ പൂജാരിയെ തന്നെ കൊണ്ടുവന്ന് അതൊക്കെ ചെയ്ത്, അപ്പൊ അവിടെ ഞങ്ങൾ തൊഴാൻ പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് ഒന്നും ബാബയെ പറ്റി അറിഞ്ഞുകൂടാ. അപ്പം ആദ്യത്തെ ഹസ്ബൻഡ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സത്യസായി ബാബ തിരുവനന്തപുരത്ത് വന്നു ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ. 10-12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം
എല്ലാവർക്കും വിഭൂതി കൊടുക്കുകയും സ്വാമി പോവുകയൊക്കെ ചെയ്തു. അപ്പം എന്നാലും ഹസ്ബൻഡ് പറഞ്ഞു, എന്തൊക്കെയായാലും എനിക്ക് എന്റെ ഷിർഡി ബാബ, അന്ന് പിന്നെ ചെറിയ കുട്ടിയാണല്ലോ, എനിക്ക് എന്റെ ഷിർഡി ബാബ തന്നെ ഉള്ളു, വേറെ ആരെയും എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ആഫ്രിക്കയിൽ ഒരു ജോലി കിട്ടി, ഞങ്ങൾ അവിടെ പോയി. അപ്പൊ അവിടെ വെച്ച് ഇങ്ങനെ ഷിർഡി ടു പുട്ടപർത്തി അങ്ങനെ വേറെ കുറച്ച് നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാനിടയായി. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഷിർഡി ബാബ തന്നെയാ സത്യസായി ബാബ എന്നാ പറയണേ എല്ലാരും. എനിക്ക് പക്ഷെ ഇപ്പോഴും സംശയം, സ്വാമി എന്നെ എങ്ങനെയെങ്കിലും കാണിച്ചു തരട്ടെ, അപ്പൊ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നപ്പം അത്തവണ അവധിക്ക് വന്നപ്പോ ഞങ്ങൾ പുട്ടപ്പുറത്തിൽ പോയി ദർശനം കണ്ടു. അപ്പം അവിടെ ഒരു വലിയ അത്ഭുതം നടന്നു. അതോടെ ഹസ്ബൻഡിന് ഇത് എന്റെ ഷിർഡി ബാബ തന്നെയാണെന്ന് അങ്ങ് മനസ്സിലായി. പിന്നെ യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷെ എനിക്ക് പണ്ടേ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ദൈവങ്ങളല്ലാണ്ട് വേറൊരാളെ ദൈവമായിട്ട് വിചാരിക്കാം. ഹസ്ബൻഡിന് എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ അങ്ങ് ഹാളിന്റെ പുറകിൽ ഒരു സ്ഥലത്തായിരുന്നേ, ദൂരേന്ന് സ്വാമി ഇങ്ങനെ നടന്നു വരണ കണ്ടു എന്നല്ലാണ്ട് ഞാനൊന്നും കണ്ടുമില്ല, ഒന്നുമില്ല. അപ്പം ഞാനത് അത്ര ഒരു കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പൊ അതൊരു മണ്ടത്തരായിരുന്നു തോന്നണുണ്ട് എനിക്ക്. എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാ അവധിക്ക് വരുമ്പോ ഒരു 1-2 ദിവസം പുട്ടപർത്തി പോയി നിൽക്കും, തൊഴും. അപ്പൊ ഒക്കെ സ്വാമി ഇങ്ങനെ നടന്നു വരണത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ കാലങ്ങൾ പോയി, ഞങ്ങൾ റിട്ടയർ ആയി തിരിച്ച് നാട്ടിൽ വന്നു. പറഞ്ഞാൽ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് പുട്ടപർത്തി പോയിട്ട് ഒരു മാസം എനിക്ക് നിൽക്കണം. എനിക്ക് അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, 1 മാസം, ഒരാഴ്ച നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു അതുപോലെ, എനിക്ക് 1 മാസം അവിടെ നിൽക്കണം. എനിക്ക് പ്രശാന്തി നിലയത്തിനകത്തോടേക്ക് ഇങ്ങനെ നടക്കാം. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ അന്നേ എനിക്ക് ഭയങ്കര ആകർഷണം തോന്നിയിട്ടുണ്ട്. അതിനകത്തേക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു അനുഭൂതി, അത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ പോവാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു മാസം നിൽക്കണം അവിടെ, ഇപ്പൊ നമുക്ക് ലീവ് ഒന്നും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോ ട്രിവാൻഡ്രം സിറ്റി സമിതിയിൽ എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, 1 മാസം ഒന്നും അകത്ത് നിൽക്കാൻ സമ്മതിക്കില്ല, 2-3 ദിവസമേ സമ്മതിക്കുള്ളൂ. അങ്ങനെ വേണമെന്ന് വരികിൽ വെളിയിൽ എവിടെയെങ്കിലും റൂം എടുത്ത് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ പിന്നെ എന്തിനാ ഞാൻ പോണേ, എനിക്ക് അകത്ത് നിൽക്കണമായിരുന്നു എന്നൊക്കെ. അവന് പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് എയർബിഎൻബിയുടെ ഒരു ചെറിയ ഫ്ലാറ്റ് അതിന്റെ വളരെ അടുത്തായിട്ട് എടുത്തു. എനിക്ക് നിൽക്കാനും അധികം നേരം ഇരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നോട് തന്നെ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വയ്യാൻ ക്ഷീണം തോന്നിയ 2 മിനിറ്റ് ദൂരമേ ഉള്ളൂ, പെട്ടെന്ന് വന്ന് കിടക്കാം. അതുകൊണ്ടാണ് അത്ര അടുത്തെടുത്തത്. അപ്പം പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ ഒരു വലിയ പ്രശ്നമായി ആ വീട്ടിനകത്ത്. അവിടുത്തെ ബാത്റൂം ഭയങ്കര പ്രശ്നം. ഞാൻ അങ്ങനെ വലിയ ഫസി ആളൊന്നുമില്ല, എന്തും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് സഹിക്കാൻ വയ്യാത്തൊരു പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ പറ്റണില്ല, നമുക്ക് ഇവിടുന്ന് അങ്ങ് പോവാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, ഇത് എന്തെന്നാ, നമ്മൾ 1 മാസത്തേക്കുള്ള രൂപയല്ല അവർക്ക് കൊടുത്തു, കമ്പനിയല്ലേ, ഇനിയിപ്പോ തിരിച്ചു തരുമോന്നൊക്കെ ആർക്കറിയാം, തന്നെയല്ലേ ഇനിയിപ്പോ തൊട്ടടുത്ത് പെട്ടെന്ന് ഇപ്പൊ എവിടെ കിട്ടാനാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഇവിടുന്ന് പോണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചുമ്മാ വാശി പിടിക്കല്ലേ ആവശ്യമില്ലാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ അന്ന് സായി ടവേഴ്സിൽ കാപ്പുടിക്കാൻ പോയി. അപ്പൊ അവിടെ നല്ല നല്ല സ്വാമിയുടെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ എന്റെ മുമ്പിൽ ഇരുന്ന ഒരു നല്ല ഫോട്ടോ നോക്കി അത് കഴിച്ചു തീരുന്നവരെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്റെ സ്വാമി എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചാൽ ആ വീട്ടിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി തന്നെ, എനിക്കിനി ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറ്റില്ല. ഹസ്ബൻഡാണെങ്കിൽ പറഞ്ഞിട്ടൊന്നും കേൾക്കണമില്ല, ഞാൻ ഇനി ആരോട് പറയും എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവിടെ അന്ന് ഈശ്വരാമ്പാടിയായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് ഭജന കഴിഞ്ഞപ്പം ചില ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഈശ്വരാമ്പാടിയെ കഴിയുമ്പോ പൊതുവെ എല്ലാവരും ഇങ്ങനെ പോവുള്ളൂ, കുറച്ചു പേരെ പിന്നെ കാണുള്ളൂ, തിരക്കൊന്നുമില്ല, ഒന്ന് പോയി അന്വേഷിച്ചു നോക്കിയേ കിട്ടിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഞങ്ങൾ അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നേ ഉള്ളൂ, അപ്പം ഞങ്ങളുടെ വിസ കുറച്ച് ദിവസത്തേക്ക് കൂടെ ഉണ്ട്, ഞങ്ങൾ നേരത്തെ പോന്നു അവിടുന്ന്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ കാണിച്ചു നോക്കാം, അദ്ദേഹം തന്ന ഭാഗ്യം എന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഒന്നും പറയരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ചെന്ന് കാണിച്ചപ്പോ അതെല്ലാം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, എത്ര ദിവസം നിൽക്കണം? അപ്പൊ പറഞ്ഞു, 1 മാസം നിൽക്കണം എന്നാ വൈഫ് പറയണേ എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം ഒന്നും തരാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 10 ദിവസം തരാം. അപ്പൊ അവിടുത്തെ തിരക്കൊഴിഞ്ഞ സമയമാണ്, പിന്നെ നോക്കട്ടെ, അപ്പൊ ഇവിടുത്തെ തിരക്കും റൂംസിലെ അവൈലബിലിറ്റി നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ തരാം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, 10 ദിവസം കിട്ടിയിട്ടുണ്ട് എന്തായാലും എന്ന് പറഞ്ഞു. നമുക്ക് നാളെ മാറി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ മാറണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, 8:30 ആയി, 9 മണിക്ക് ഗേറ്റ് അടയ്ക്കും. ഞങ്ങൾ ഓടി വീട്ടിൽ വന്ന് കൈ കിട്ടിയതെല്ലാം വലിച്ചു വാരി പെട്ടിയിലും എയർ ബാഗിലും ഒക്കെ കുത്തി കയറ്റി ഇറങ്ങിയപ്പോഴത്തേക്കും ഭജന കഴിയുമ്പോഴത്തേക്ക് സൈക്കിൾ റിക്ഷ എല്ലാം പോയി കഴിയും. പിന്നെ അവിടെ ഓട്ടോയേ ഉള്ളൂ. ഭാഗ്യത്തിനൊരു ഓട്ടോ കിട്ടി. ഓട്ടോക്കാരൻ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോ 9 ആവാൻ 5 മിനിറ്റ്. വല്ല സ്ഥലം ഞങ്ങൾ അകത്ത് കയറി.
അപ്പൊ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്വാസം വിട്ടത്. എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു. പിന്നെ ഞങ്ങള് പ്രായമായി, അപ്പം ഈ വലിയ സൂട്ട് കേസും എയർ ബാഗൊക്കെ തൂക്കി നോർത്ത് ബ്ലോക്ക് വരെ പോവാൻ നല്ല ബുദ്ധിമുട്ടാ. പക്ഷെ അവിടെ ചെന്ന സന്തോഷത്തിൽ അന്ന് അത്താഴം പോലും കഴിച്ചില്ല. ഈ പെട്ടിയും അതിന്റെ പുറത്ത് ബാഗും ഒക്കെ വെച്ച് ഉരുട്ടി 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 പതുക്കെ ഞങ്ങൾ അവിടെ ചെന്നു. ആ ലിഫ്റ്റൊക്കെ കയറി മുറി കണ്ടപ്പം സ്വർഗത്തിലെത്തിയ പോലെ തോന്നി. നല്ല ടൈൽസ് ഇട്ട ഒന്നാന്തരം ബാത്റൂം. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് സന്തോഷിക്കാൻ ഒന്നും വേണ്ട. അകത്ത് നിൽക്കാനും പറ്റി, നല്ല റൂമും കിട്ടി. അപ്പൊ അവിടെ ആ മുറിയിലുണ്ടായിരുന്ന ഒരു ഫോട്ടോയുടെ മുമ്പിൽ ഓടിച്ചെന്ന് ഞാൻ ഒരുപാട് നന്ദി സ്വാമിക്ക് പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് ഞാൻ പിന്നെ എനിക്ക് നാളെ കുറച്ച് മുല്ലപ്പൂ മാല വാങ്ങി സ്വാമിയുടെ ഈ ഫോട്ടോയിൽ ഇടണം എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞു. ഹാപ്പി ആയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒക്കെ പോയി. വൈകുന്നേരം ഭജന കഴിഞ്ഞ് പോയി നല്ല ഫ്രഷ് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ആ ഫോട്ടോയിൽ ഇട്ടപ്പം, ഫോട്ടോ സ്വല്പം വലിയ ഫോട്ടോ ആണ്. അപ്പം ഞാനൊരു 1.5 മുഴയെ വാങ്ങിച്ചുള്ളായിരുന്നു. എന്നിട്ട് അത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടപ്പം സ്വാമിയുടെ താടിക്കൂടി അത് ഇങ്ങനെ കിടന്നു. ഞാൻ പറഞ്ഞു, അയ്യോ എന്തൊരു പിശിക്കുക ഞാൻ, സ്വാമിയുടെ മുഖം കാണാൻ പറ്റാണ്ടായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞേ, സ്വാമിക്ക് അങ്ങനെയൊന്നുമില്ല, ഒരു പൂ വെച്ചാലും നിങ്ങളുടെ മനസ്സാ സ്വാമിക്ക് വലുത്, അതിന്റെ നീളമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നാലും എന്റെ മനസ്സിൽ അതിങ്ങനെ അപ്പൊ നാളെ കുറച്ചുകൂടെ വാങ്ങിച്ചിട്ടോളൂ, അതിന് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കിടന്നു. രാവിലെ എണീറ്റപ്പം ആ മാല കുറച്ച് താന്ന് സ്വാമിയുടെ ഇവിടം വരെയായി. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അപ്പൊ മുഖം നന്നായിട്ട് കാണാം എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പാവ സ്ത്രീകള് വില കുറഞ്ഞ നൂലൊക്കെ ഇട്ടല്ലേ കെട്ടണേ, അതുകൊണ്ട് വലിഞ്ഞതായിരിക്കും. ഞാൻ ഈ തുളസിമാല ഹനുമാൻ സ്വാമിക്ക് കെട്ടിയിടുമ്പോ അതിങ്ങനെ വലിഞ്ഞ് താഴാറുണ്ട്, അപ്പൊ അതുപോലെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കാലത്തെ ഭജനയ്ക്ക് പോയിട്ട് വന്നു. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മാല പിന്നെയും കുറച്ചും കൂടെ താന്നു. അപ്പം അത് ഏതാണ്ട് വയറ് വരെ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അയ്യോ ഈ മാല പിന്നെയും നീണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, സ്വാമി നീട്ടണതാ എന്ന് പറഞ്ഞു. അപ്പം അമൃത് വരണത് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലരുടെ വീട്ടില് ഒരുപാട് വിഭൂതി വരണത് കേട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് ഒരു വീട്ടില് സ്വാമിയുടെ 2 വലിയ ലൈഫ് സൈസ് ഫോട്ടോയിൽ നിറച്ച് വിഭൂതി വന്നതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് മാല നീളമൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് സ്വാമി നീട്ടണതാണെങ്കിൽ ഈ താഴത്തെ സ്ലാബ് വരെ വന്നതിൽ തൊട്ട് നിന്നാ ഞാൻ വിശ്വസിക്കും. എന്ന് വെച്ചാൽ അവിടെ കർപ്പൂരം സാമ്പ്രാണിയൊക്കെ കുത്താനായിട്ട് ചെറിയൊരു സ്ലാബ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ നീണ്ട പിന്നെ അത് സ്വാമി നീട്ടണത് തന്നെയാ, അല്ലാണ്ട് നീളണേ എങ്ങനെയാ എന്ന് പറഞ്ഞു. വൈകുന്നേരം ഞങ്ങൾ ഭജന കഴിഞ്ഞ് അടുത്ത സെറ്റ് പൂവും വാങ്ങിച്ച് വന്നതും ആ മാല നീണ്ട് തൊട്ട് താഴത്തെ ആ സ്ലാബിൽ തൊട്ട് നിൽക്കുക. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? എനിക്കായിട്ട് സ്വാമി ഒരു അത്ഭുതം തന്നതാണ്. എന്റെ ആ സംശയങ്ങൾ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു സ്വാമിയോട്. അത്ര സന്തോഷമായി പോയി എനിക്ക്. ഞാൻ എന്നും മാലയിടുമായിരുന്നു. പിന്നെ അതാണ് എൻ്റെ ഒരു ഏറ്റവും ഭയങ്കരമായ അനുഭവം, എനിക്കായിട്ട് കിട്ടിയ സ്വാമിയുടെ ഒരു അനുഭവം. സായിരാം, ഓം സായിരാം. വെരി നൈസ്, നന്നായിരുന്നു ലക്ഷ്മി. താങ്ക് യു മാം. Cannot always oblige, but you can speak always obligingly. You cannot always oblige, but you can speak obligingly. పవిత్రమైన వాక్కు కంటే మించినటువంటి దైవత్వం వేరొకటి లేదు. The sacred talk is the divinity. ఎలాంటి పరిస్థితులు ఎందైనా కూడా వాక్కుని ఏమాత్రము మార్చుకోకుండా చూడాలి. Under any circumstances, we should never go back. ఉద్వేగం రాకుండా చూసుకోవాలి. We should see that we are not agitated. కఠినమైన పలుకులు రాకుండా చూసుకోవాలి. We should never speak in a harsh way. కనుకనే ఇలాంటి మాటలను మనం నేర్చుకోవడానికి సరి అయిన ప్రయత్నం చేయాలి. అది ఏ సాధన. Spiritual practice wants us to speak in a way we are సర్వం expected to. ఏకంగా ఉంటున్నప్పుడు ఈ ఉద్వేగం రావడానికి అవకాశమే ఉండదు. When we are all one, there's no chance to be agitated. అన్ని అద్దములు యందు తన ప్రతిబింబాన్ని చూస్తున్నప్పుడు ఒక అద్దములో ఉండేటువంటి ప్రతిబింబం పైన తనకెందుకు కోపం వస్తుంది? In all the mirrors you find your own reflection, then you cannot be angry with another reflection. అన్ని కూడా మిరర్స్ వంటివి. All bodies are like mirrors. కానీ ఈ మిరర్స్ లోపల నీ ప్రతిబింబాన్ని నీవు చూస్తున్నావు. You see your own reflection in these mirrors. కనుక ఆ ప్రతిబింబంతో నీవు ప్రేమతో మాట్లాడాలి. You talk in a pleasing way with the reflection. ഭജന പാടട്ടെ സ്വാമി. പാടിക്കോളൂ. സ്വാമിയുടെ സ്റ്റുഡൻസ് എല്ലാം സ്വാമിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പല പ്രാവശ്യം പാടിച്ചിട്ടുണ്ടെന്ന് സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞ ഒരു തെലുങ്ക് ഭക്തിഗാനമാണ്.
മധുര മോഹന ഘന ശ്യാമ സോറി മധുര മോഹന ഘന ശ്യാമ സുന്ദര സ്വാമി ആനന്ദ പ്രദായി അന്ദാല രാസിവോയി മധുര മോഹന ഘന ശ്യാമ സുന്ദര സ്വാമി നീവേനാ മാതപിതാ പ്രാതവേ സദാ നീവേനാ മാതപിതാ പ്രാതവേ സദാ സഗുണവോ ഗുരു ദൈവമോ മരി അന്ത നീവികാ നീടി തന്നുവു നീടി മനസ്സു അന്ത നീവികാ അനുവനുമുന കന കനമുന നിന്റെ ഉന്ന സദയ ഹൃദയ അനുവനുമുന കണ കണമുന നിന്റെ ഉന്ന സദയ ഹൃദയ മധുര മോഹന ഘന ശ്യാമ സുന്ദര സ്വാമി ആനന്ദ പ്രദായി നാന്ദാല രാസിവോയി ആ ആ ആ ഓം സായിരാം. സായിരാം. സമയമുണ്ട്. അപ്പൊ എൻ്റെ ഒരു ആസ്മ ഭഗവാൻ എന്നത്തേക്ക് മാറ്റിയ ഒരു കഥ പറയാം. അതായത് 1987 ലക്ഷ്മി വീഡിയോ ഓഫാക്കും. 1987 എൻ്റെ 2 മക്കൾക്കും സ്വാമി കോളേജിൽ അഡ്മിഷൻ കൊടുത്തു. മകൻ 11ലും മോള് BAയ്ക്കും. അതിന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ദുർഗാപൂരായിരുന്നു. അവിടെ ഹയർ എഡ്യൂക്കേഷനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലാക്കണം. എന്നാ പിന്നെ ഭഗവാന്റെ അവിടെ അത് പ്രാർത്ഥിച്ച് അന്ന് പിന്നെ നമുക്ക് ഭഗവാൻ പ്രശാന്ത് മന്ദിരത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത് മോളില്. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ പ്രദക്ഷിണം വെക്കാം. അപ്പൊ ഞാൻ ആ പ്രദക്ഷിണം വെച്ചിട്ട് സ്വാമിയുടെ പിന്നെ ജനലിന്റെ മുകളിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കും, സായിരാമ സായി കൃഷ്ണ എൻ്റെ 2 കുട്ടികളെ ഒരുമിച്ച് എടുക്കണേ, ഞാൻ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ എപ്പോഴും പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച്. അപ്പൊ സമയമൊന്നുമില്ല, 2 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റ് പ്രശാന്ത് നിലയത്തിന്റെ എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമുക്ക് സ്വാമിയെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ മാതിരിയുള്ള വിലക്കുകളൊന്നുമില്ല അന്ന്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചവിടെ ഒരു ഗണപതി ഉണ്ടായിരുന്നു. ആ ഗണപതിയാണ് പിന്നെ മധുവനത്തിലേക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയത്, കുൽഗന്ധാൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് എന്തായാലും 2 പേർക്ക് ഒരുമിച്ച് അഡ്മിഷൻ കിട്ടി. ആ കിട്ടിയ സന്തോഷത്തില് ഞങ്ങള് ദുർഗാപുര് ചേട്ടൻ മടങ്ങിപ്പോയി, എന്നെ വീട്ടിലേക്ക് വിട്ടു, തിരുവനന്തപുരത്തേക്ക്. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അവിടെ ചെന്ന് അപ്പൊ കൊല്ലത്തെ ദേവി എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പൊ ദേവിയുടെ മകൾക്കും എൻ്റെ മകൾക്കും ഒരേ ക്ലാസ്സിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കണം. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പൊ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഗുരുപൂർണിമ വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ എനിക്ക് ഭയങ്കര ഡസ്റ്റ് അലർജിയാണ്. ഡസ്റ്റ് അലർജി എന്ന് വെച്ചാൽ എനിക്ക് വലയടിക്കുകയോ പിന്നെ പൊടി കാണുകയോ ചെയ്താൽ മതി, എനിക്ക് ഭയങ്കര ആസ്മ വരും. അത് ഞാൻ ദുർഗാപൂര് വെച്ചിട്ട് എല്ലാ മാസവും 2-3 ദിവസം ആസ്മാറ്റിക് ആയിരിക്കും. കാരണം ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ച സെക്കൻഡ് ഫ്രൈഡേ ഭജനയാണ്. അപ്പൊ ആ ഭജനയ്ക്ക് മുമ്പ് ഞാൻ വീട് വൃത്തിയാക്കും, എല്ലാം വലയൊക്കെ അടിച്ച്. ഭജന കഴിയുമ്പോൾ 3 ദിവസം ഞാൻ തലകുനിച്ചിരിപ്പായിരിക്കും, ശ്വാസം മുട്ടിയിട്ട് വയ്യായിരിക്കും. അങ്ങനെ പുട്ടപ്പർത്തിയിലെ പൊടിയാണ് അന്ന് എല്ലായിടത്തും. ആ പൊടി കൊണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അലർജി വന്ന് ഭയങ്കര കോൾഡും ആയിട്ട് ഞാൻ വീട്ടിലിങ്ങനെ കിടക്കുകയാണ്. അപ്പം പിന്നെ ദേവി പറഞ്ഞു. അപ്പൊ ദേവി വന്നു. ദേവി ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, വത്സല നാളെ ഞങ്ങൾ പോകുന്നുണ്ട്, വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരും, നമുക്ക് പുട്ടപർത്തി പോയി മക്കള് വരും, ഹോസ്റ്റലിൽ നിന്ന് വരും, അവരെ കാണാം
എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. ദേവിയുടെ കൂടെ അല്ലേ, പൊക്കോളൂ എന്ന് പറഞ്ഞു. ദേവിയുണ്ട്, ഉഷ ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇവിടെ വന്ന പനിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി, ഇവിടെ വന്ന് മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആസ്മ വല്ലാതെ കൂടിയിട്ട് ദേവിയൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ കൈവിട്ട് പിരിഞ്ഞു പോയി തിരക്കില്. ഞാൻ ഒറ്റയ്ക്കായപ്പോ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകാതെ രക്ഷയില്ല. ഹോസ്പിറ്റലാണെങ്കിൽ അന്ന് കുന്നാണ്, ഇന്നത്തെ പോലെ വഴിയൊന്നുമില്ല. ആ ഗസ്റ്റ് ഹൗസിന്റെ അല്ലേ കൂടെ കുന്ന് കയറി പോണം. എനിക്കാണെങ്കിൽ നടക്കാനൊന്നും വയ്യ. ഞാൻ കരഞ്ഞോണ്ട് ഒറ്റയ്ക്ക്, ആരുമില്ല ആ വഴിയിൽ, വിജനം, കരഞ്ഞോണ്ട് സ്വാമി എനിക്കിത് പറ്റില്ല സ്വാമി, എൻ്റെ ഈ അസുഖം 6 മാസത്തിനകം ഒന്ന് മാറ്റി തരുമോ സ്വാമി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് തന്നെ നടന്നു പോവാണ്. നടന്ന് ഞാൻ ഹോസ്പിറ്റലൊക്കെ അവിടെ ഒരു ഇറക്കമാണ്, കുന്നിന്റെ ഇറക്കം. അവിടെ നിന്നപ്പോ ഒരാള് വേഗം ഉള്ളിൽ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, മാഡം എത്ര സുഖമില്ലല്ലോ മാഡത്തിന്, എൻ്റെ കൂടെ വരൂ, ഞാൻ ഡോക്ടർക്ക് നേരെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് നേരെ എന്നെ പിടിച്ചോണ്ടുപോയി. ഇംഗ്ലീഷ് സംസാരിച്ചു. എന്നെ പിടിച്ചോണ്ടുപോയി. അന്ന് നമ്മുടെ ശ്രീലങ്കൻ ഒരു ഡോക്ടറാണ്, നഗരസംഗീതത്തിനൊക്കെ വളരെ പൊക്കമുള്ള ലേഡി. അവരിപ്പം സ്വാമിയുടെ പാദത്തിൽ ലയിച്ചു കഴിഞ്ഞു. അപ്പൊ അന്ന് അവരാണ് ഡോക്ടർ. അപ്പൊ അവര് പറഞ്ഞു, എന്താ മാഡം, എന്ത് അസുഖമാണ്, ഇത് വെച്ചിട്ടാണോ പുട്ടപ്പുറത്തി വന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്ക് പറയാനൊന്നും വയ്യ. അപ്പൊ എനിക്ക് ഇഞ്ചക്ഷനൊക്കെ തന്നു, മരുന്നൊക്കെ തന്ന് അങ്ങേര് തന്നെ താഴെ പോയി ഒരു റിക്ഷ വിളിച്ചുകൊണ്ട് വന്ന് അകത്തേക്ക് പറഞ്ഞയച്ചു. അപ്പൊ ദേവിയുടെ വീട് S6 മുകളിലാണ്. ദേവിക്കൊരു വീടുണ്ട്, അപ്പൊ ആ മുകളിലാണ് വീട്. അപ്പൊ ഞാൻ അതിന്റെ നേരെ മുമ്പിലാണ് വെസ്റ്റേൺ ക്യാൻറ്റീൻ്റെ തിട്ടയുണ്ട്. അവിടെ ഞാനിങ്ങനെ പുറത്ത് മുറ്റത്തിങ്ങനെ ഇരിക്കുക, ഇവരെയൊക്കെ കാത്ത്. അപ്പത്തേക്കും ദേവിയും ഉഷ ചേച്ചിയൊക്കെ തിരിച്ചു വന്നു. എല്ലാരും അവിടെ എത്തി. എന്നെ കണ്ടിട്ട് ഉഷ ചേച്ചി പറഞ്ഞു, എന്തോന്ന് കോലം ഇത് വത്സലെ, എന്തോ ഇത്, കുട്ടിക്ക് ഒറ്റും വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിഞ്ഞ് കയറി എങ്ങനെയെങ്കിലും 3ാമത്തെ നിലയിൽ കയറി അവിടെ ചെന്ന് കിടന്നു. അപ്പൊ ബാബുച്ചേട്ടനുണ്ട്, കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ പോണം. ഞാനാണെങ്കിൽ എനിക്ക് ശ്വാസം വിടാനൊന്നും വയ്യ. അതുകൊണ്ട് എന്തായാലും കയറി അവിടെ ബസ്സിലിരിക്കുമ്പോ എൻ്റെ അവസ്ഥ കണ്ടിട്ട്, അന്ന് നാരായണൻ സാറാണ് പ്രസിഡന്റ്, അദ്ദേഹം ഓടി വന്നു, എന്താ കുട്ടി ഇത്, ഇതാണ് എന്ന് പറഞ്ഞ് വേഗം പോയി ഒരു നാരങ്ങ സോഡ വാങ്ങിച്ചുകൊണ്ട്, ഇത് കുടിക്കൂ, വഴിയിൽ ആശ്വാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കുടിച്ച് എങ്ങനെയെങ്കിലും വീടെത്തി കിടന്നിട്ട് ഞാൻ ഭഗവാനോട് ഇങ്ങനെ പറയും, ഭഗവാനെ എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഇത് 6 മാസം ഞാൻ സ്വാമിക്ക് സമയം തരാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു വിദ്യയാണ്, 6 മിനിറ്റ് പോലും വേണ്ട സ്വാമിക്ക്, എന്നാലും ഞാൻ സ്വാമിക്ക് സമയം കൊടുത്തു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുമ്പോ അതിരാവിലെ ഞങ്ങളുടെ ബാക്കിൽ കൂടെ, ഫ്രണ്ടിൽ കൂടെ വരാതെ പുറകുവശത്തൂടെ ഒരു ചേച്ചി വന്നിട്ട് കതക് മുട്ടുകയാണ്. കാരണം അച്ഛനൊക്കെ ഉറങ്ങുന്നതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ബാക്ക് വാതിൽ വന്ന് തട്ടുന്നു. ആരാണെന്ന് പോകാൻ ഞാൻ ആ അടുത്ത മുറിയിലാണ് കിടക്കണം. ഞാൻ ചെന്ന് തുറന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ഹോമിയോ ഡോക്ടർ ചേച്ചിയാണ്. ചേച്ചിയെ ഞാൻ കണ്ടിട്ട് ഒരുപാട് വർഷമായി. അപ്പൊ എൻ്റെ കല്യാണത്തിന് ശേഷം കണ്ടിട്ടില്ല, 10-20 വർഷമായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഞാനങ്ങ് കറുത്ത് മെലിഞ്ഞ് വല്ലാതെ ആയിപ്പോയി എൻ്റെ മുഖമൊക്കെ. അപ്പൊ പറഞ്ഞു, എന്തോന്ന് കോലം ഇത്. അപ്പൊ ഞാൻ, ചേച്ചി എനിക്ക് ഒട്ടും വയ്യ. അപ്പൊ ചേച്ചി നോക്കിക്കോ, നിന്റെ ഈ അസുഖം ഞാൻ 6 മാസത്തിനകം മാറ്റിത്തരും എന്ന് പറഞ്ഞു. 6 മാസത്തിനകം മാറ്റിത്തരുന്ന ചേച്ചി വേഗം ഇറങ്ങിപ്പോയി. പിന്നെ കടയിൽ ഹോമിയോ ഡോക്ടർ ഉണ്ട് അവിടെ, ഐശ്വര്യ അവിടെ പോയി മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, ഇത് 6 മാസം ഈ മരുന്ന് റെഗുലർ ആയിട്ട് നീ കഴിച്ചോ, നിന്റെ അസുഖം മുഴുവനായിട്ടും മാറുന്നു. അങ്ങനെ മരുന്ന് വാങ്ങിച്ചു, ഹോമിയോ മരുന്ന് കഴിച്ചു, സ്വാമിയുടെ വിഭൂതിയും കഴിച്ച്. അന്ന് ആ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. ഇന്ന് വരെ എത്ര വലിയ കോൾഡ് വന്നാലും, എത്ര വലിയ അസുഖം വന്നാലും, എത്ര പൊടിപടലങ്ങളിൽ കൂടെ നടന്നാലും എനിക്ക് ശ്വാസം മുട്ട് വന്നിട്ടില്ല. എത്ര വർഷം, 1987 തൊട്ട് 2024 വരെ പിന്നെ ഞാൻ ശ്വാസം മുട്ട് എന്ത് എന്ന് അറിഞ്ഞിട്ടേയില്ല. അങ്ങനെയാണ് ഭഗവാൻ എൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ജയ് സായിരാം. സായി ഉപമ. കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ സഹജമായി കുടികൊള്ളുന്ന ദിവ്യമായ കഴിവുകളെ വളർത്തുവാനുള്ള അവസരങ്ങൾ നൽകണം. തങ്ങളുടെ ഭവനത്തിൽ വന്ന് ജനിച്ച കൊച്ചു ആത്മാക്കളെ സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ച ഈശ്വരന്റെ സേവകരാണ് തങ്ങൾ എന്ന് ഓരോ മാതാപിതാക്കളും കരുതണം. ഒരു യജമാനന്റെ പൂന്തോട്ടത്തെ
എങ്ങനെയാണ് ഒരു തോട്ടക്കാരൻ സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് ഭഗവാന്റെ തോട്ടത്തിലെ ഈ പൂക്കളാകുന്ന കുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കേണ്ടത്. ജയ് സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം.